ഹായ്, ഗുഡ് മോർണിംഗ് എവരിബഡി. ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമൻ അഡാട്ടുള്ളത് ആ ഒരു ഹായ് പറഞ്ഞു. അപ്പോ നിങ്ങള് ഇന്ന് ഓണത്തിന് പ്രോഗ്രാം ഞങ്ങളുടെ ഉണ്ടാവും. അപ്പൊ ഞാൻ മാത്രമായിരിക്കും. കൊണ്ടുപോയില്ലേ ചോദിക്കണ്ടേ? ഇല്ല. അപ്പൊ ഞാനേ ഈ കുറച്ച് നടന്മാരുടെ ശബ്ദം കൂടി എടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം പഴയ നടന്മാരെടുത്തല്ലോ. ജയൻ അനുകരിക്കും. ജയല്ലേ, സിനിമ നടൻ ജയൻ. ആള് കുറച്ചു നാളെ തൊണ്ടയിലൊരു ഇതായിരുന്നു, ടോൺസിലസിന്റെ. അപ്പൊ അത് കാരണം ഷൂട്ടിങ് നടന്നില്ല. അപ്പൊ നമുക്ക് ജയൻ എടുക്കാം. ആ ഒരച്ചപ്പം കിട്ടിയിരുന്നെങ്കിൽ കഴിക്കാമായിരുന്നു. കഴിക്കോ? ഇങ്ങനെ ജയനെ അനുകരിക്കണത്. ഒരച്ചപ്പം കിട്ടിയിരുന്നുവെങ്കിൽ കഴിക്കാമായിരുന്നു. ആ ക്ലിയർ ആയില്ലേ? ഇനി പഴയ നടന്മാരിൽ വേറെ ആരിനറിയാം? നമുക്ക് പ്രേം നസീറിന് എടുത്താലോ? നിത്യഹരിത നായകൻ ശ്രീ പ്രേം നസീർ. ശരിക്കിരുന്ന് അവര് കാണണ്ട. ഓ, നിന്നെ കിട്ടിയിരുന്നെങ്കിൽ പറയണില്ലേ? ഞാൻ പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു മരം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ചുറ്റി നടന്നേന്. കൊന്നുകളയും ഞാൻ. അമ്മയെ കണ്ണു തുറക്കോന്നേ. വളരെ. അപ്പൊ ഇതാണ് പ്രേം നസീർ കേട്ടോ. പ്രേം നസീർ നന്നായിണ്ട് കേട്ടോ. പിന്നെ ആരാ ഇന്നത്തെ വേറെ ആള്? നമുക്ക് സത്യൻ മാഷിനെ എടുത്തല്ലോ. സത്യൻ മാഷില്ലേ? സത്യൻ മാഷിനെ എടുക്കാം. അമ്മേ കണ്ണു തുറക്കമ്മേ. അമ്മയുടെ മകൻ വന്നിരിക്കുന്ന അമ്മേ. അമ്മേ കണ്ണു തുറക്കമ്മേ. അമ്മയുടെ മകൻ വന്നിരിക്കുന്ന അമ്മേ. നമുക്ക് ഈ കടാപ്പുറത്ത് പോയി ഒന്ന് ഉലാത്തിയാലോ? ഇങ്ങനെയൊക്കെയാണ് ഏകദേശം. ആ നമ്മള് പ്രാക്ടീസ് ചെയ്യണല്ലോ. ഞങ്ങൾ ഇതിലും നന്നായിട്ട് ചെയ്യും. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ശരിയാവും. അതാണ് കാര്യം. പിന്നെ അറിഞ്ഞെടുക്കണ്ടേ? പഴയ നടൻ നമ്മുടെ ഉമ്മർ എങ്ങനെയാ നോക്കാം. ജയലതേ, നിന്നെ ഞാൻ ബലാത്സംഗം ചെയ്യട്ടെ. നിന്നെ കാണുമ്പോ എനിക്ക് പേടി വരുന്നു, പേടിയാവുന്നു. പിന്നെ അത് നടൻ ശ്രീ സുകുമാരൻ. ആ പൃഥ്വിരാജിന്റെയും നമ്മുടെ മറ്റാളിലെയും അച്ഛൻ. അത് ഞങ്ങൾ എടുക്കാം കേട്ടോ. ഉറപ്പല്ല? ഓക്കെ അല്ലേ?
കുറച്ച് മരുന്ന് കഴിക്കണ. അയ്യോ പാവം മമ്പടികള്ളി, അയ്യോ പാവം അമ്പടികള്ളി. ഞാൻ അന്നേ പറഞ്ഞതാ എന്നോട് പറ്റില്ലേന്ന്. ആർക്ക് വേണ്ടിയാ അതൊക്കെ? നിനക്ക് വേറെ വല്ല പണിക്കുമ്പോ കൊണ്ടോ? അയ്യോ പാവം മമ്പടികള്ളി. ഇത് പഴയ ശബ്ദമാണ് കേട്ടോ. ഇനി പുതിയ ശബ്ദമുണ്ട്, അത് പിന്നീട് ഞങ്ങള് പറയണതാവും. ഉറപ്പല്ല, ഉറപ്പാണ്. പിന്നെ ആരെന്നെ എടുക്കണ്ടേ? പഴയ നടന്മാരൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞ ആരാന്ന്. പഴയ ജനാർദ്ദന്റെ ശബ്ദത്തല്ലോ. എന്റെ കർത്താവേ തന്നെ കൂട്ടു ഞാൻ തോറ്റു, എന്റെ കർത്താവേ തന്നെ കൂട്ടു ഞാൻ തോറ്റു. ഇത് പഴയത് പുതിയത് ശബ്ദം. അത് പുതിയതല്ല, പഴയതല്ല പറഞ്ഞിട്ടില്ല. അപ്പോ ഇന്ന് അതിന്റെ കൂടെ ഒരു കാര്യം കൂടിയും പറയുന്നുണ്ട്. ഇന്നിപ്പോ ഒരുവിധം ശബ്ദങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിലുള്ളതൊക്കെ കഴിഞ്ഞില്ലേ? അപ്പോ വേറെ തിക്കുറിശി, അതിപ്പോ നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ലെന്നുള്ള മോനെ. അതിപ്പോ പറഞ്ഞപ്പോഴേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഈ പ്രാക്ടീസ് ചെയ്തു വരുന്ന എന്റെ ഒരു ഇത് വരും. മഴയ്ക്കല്ലേ, അപ്പൊ അതിന്റെ ഒരു ഇത് ഉണ്ടാവും. അതാണ്. അപ്പോ MS പഠനയിലെടുത്തല്ലോ. അവന്റെ മകനാണിവൻ, ഇവന്റെ മകനാണവൻ, അവന്റെയും ഇവന്റെയും മകനാണവൻ, അവന്റെ മകനാണിവൻ. NN പിള്ളേരെ ശബ്ദം എടുത്തല്ലോ. മുകേഷിന്റെ അച്ഛൻ നാടക നടനായിരുന്നു. ഒരൊറ്റ സിനിമ ഉണ്ട്, ആള് ശരിക്ക് ലോകം അങ്ങോട്ട് കീഴടക്കി. അപ്പൊ ആ ഒരു നടന്റെ ശബ്ദം കൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ഇവിടുത്തെ പരിപാടി, ഇന്നത്തെ ഞങ്ങളുടെ ക്ലാസ് നിർത്തുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ചായ കുടിക്കും, അച്ചപ്പം കഴിക്കും. ഇതുപോലത്തെ അച്ചപ്പം കണ്ടിട്ടുണ്ടോ? ഇവിടെ മാത്രമല്ലോ. അപ്പൊ ഒരു നടന്റെ ശബ്ദം കൊണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ശ്രീ NN പിള്ള പറയണോ ഏറോ പറയാൻ. ഈ വീടിന്റെ മഹാലക്ഷ്മി ഇവിടെ കിടന്ന് പിടഞ്ഞ് മരിയും പറയണോ, ഏറോ മറങ്ങണോന്ന് പറയണോ, ഏറോ പറയാൻ. ഈ വീടിന്റെ മഹാലക്ഷ്മി ഇവിടെ കിടന്ന് പിടഞ്ഞ് മരിയും പറയണോ, പറയണോ മറങ്ങണോന്ന്. സ്വാമിനാഥൻ പറഞ്ഞ്, മറ്റാണെന്ന് പറഞ്ഞ് ഇവിടെ ഇല്ലേ ആരെയും പോണ വീട്ടില് ഏഴ് കൊണ്ട് കണ്ടു കാണില്ല. അടിപൊളിയുണ്ട് കേട്ടാ. ഒരു താങ്ക് യു പറഞ്ഞ് ഞാൻ അച്ചപ്പം ചായ കുടിക്കല. ഓക്കെ, താങ്ക് യു. ഹായ്. ഓണത്തിന് ഞങ്ങളെ വിളിക്കാൻ പറഞ്ഞ പ്രോഗ്രാമിന് നമ്മളിൽ നമ്പർ കൊടുക്കണ്ട. സോളമൻ അഡാട്ടിന്റെ പ്രോഗ്രാം ആവശ്യമുള്ള ഒരു അരമണിക്കൂറാണ്. അപ്പോ വല്ല പ്രോഗ്രാമിനെ വിളിക്കണം. വലിയ കുറഞ്ഞ ചെലവിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതായിരിക്കും.
ശരി ശരി ഞാൻ നമ്പർ കൊടുക്കാം പറഞ്ഞ കുറെ പറഞ്ഞ പ്രശ്നം ശരി അപ്പോ